1997 ജൂൺ 25 മോൺട്രിയൽ ആശ്രമം, കാനഡ. ജ്ഞാനതളം 107. സ്വന്തവും അല്ലാത്തതും. നിങ്ങൾ എന്തിനെയെങ്കിലും സ്നേഹിക്കുമ്പോൾ അതിന് ജീവൻ വയ്ക്കും. സ്നേഹത്തിലൂടെ ഈ മുഴുവൻ ലോകവും സ്വന്തമാകും. കുട്ടികൾക്ക് എല്ലാം സ്വന്തമാണ്. ഓരോ കളിപ്പാട്ടത്തിനും കുട്ടികൾ ജീവൻ നൽകുന്നു. മരത്തിന് മുഖമുണ്ട്. സൂര്യൻ ചിരിക്കുന്നു. സ്വന്തമാകുമ്പോൾ ഒരു കല്ലുപോലും ആദരവിനെ ആകർഷിക്കുന്നു. എങ്ങനെയാണ് വ്യക്തിപരമില്ലാത്തതിനെയും വ്യക്തിപരമായതിനെയും സമരസപ്പെടുത്തുക? സൂസന്ന: അതെ, അമ്പലത്തിൽ കല്ല് ആത്മാവിന്റെ തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. ഗുരുദേവ്: സ്നേഹത്തിൽ നിങ്ങൾ വസ്തുക്കളെ ജീവസുറ്റവരാക്കി ഉയർത്തുന്നു. സ്നേഹത്തെ അടർത്തി മാറ്റുമ്പോൾ ആളുകൾ പോലും വസ്തുക്കളാകും. ആളുകളെ വസ്തുക്കളായോ അപകടകാരികളായോ കാണുമ്പോൾ മാത്രമേ ഹിംസ സംഭവിക്കുകയുള്ളൂ. എങ്ങനെയാണ് ഒരാൾക്ക് വേറൊരാളെ കൊല്ലാൻ കഴിയുന്നത്? ഗുരുദേവ്: ഈശ്വരനെ സ്വന്തമായി കാണാത്തവർക്ക് പുരോഗതി ഉണ്ടാവുകയില്ല. നിങ്ങളുടെ സ്വന്തമല്ലാത്തതിന് സ്നേഹത്തെയോ ആദരവിനെയോ ആകർഷിക്കാൻ കഴിയുകയില്ല. ഡീനു സൂസന്നയും: അതുകൊണ്ടാണ് നമുക്ക് ഗുരുവിനെ ആവശ്യമാകുന്നത്. ഷാൻ: എന്തിനെയെങ്കിലും വ്യക്തിപരമായി സ്വന്തമാക്കുമ്പോൾ നമ്മൾ അതിനെ യഥാർത്ഥമാക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് യാഥാർത്ഥ്യം? ഗുരുദേവ്: നിങ്ങളാണ് യാഥാർത്ഥ്യം. നിങ്ങൾ ചിന്തകളല്ല, വികാരങ്ങളല്ല, പ്രവൃത്തികളല്ല. നിങ്ങൾ വ്യക്തി പോലുമല്ല. ജയ് ഗുരുദേവ്.